ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, ജോയ ലുക്കാസ്. പച്ചപ്പിനെയും ആവാസ വ്യവസ്ഥയെയും ഓർമ്മിപ്പിക്കുവാൻ ഇന്ന് പരിസ്ഥിതി ദിനം. വിവിധ കേന്ദ്രങ്ങളിൽ പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും വൃക്ഷത്തൈ നടീലും നടക്കും. നന്മമരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തൃശൂരിൽ. പരിസ്ഥിതി സന്തുലനം ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പരിസ്ഥിതി സാക്ഷരത വളരെ വലിയ ലക്ഷ്യമാണെന്നും മന്ത്രി. പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരെ വികസന വിരോധികളെന്ന് മുദ്ര കുത്തുന്ന പ്രവണത കൂടി വരികയാണെന്ന് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ. പരിസ്ഥിതി വിഷയങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വന്നിരിക്കുന്ന പ്രവണത നല്ല സൂചനയാണെന്നും മന്ത്രി. പത്മശ്രീ കലാമണ്ഡലം ഗോപിയുടെ അശീതി സ്മാരകമായി തൃശൂരിൽ കഥകളി തിയേറ്റർ സ്ഥാപിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കഥകളിയിലെ ജനകീയ മുഖമാണ് കലാമണ്ഡലം ഗോപി ആശാനെന്നും മന്ത്രി. ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ചാലക്കുടി മേലൂർ സ്വദേശി അഗസ്റ്റിനാണ് മരിച്ചത്. ഡെങ്കിപ്പനി ബാധിത പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വാർത്തകൾ വിശദമായി. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ജില്ലയിൽ വിപുലമായ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നടക്കും. സ്കൂളുകൾ, സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും വൃക്ഷത്തൈ നടീലും ഉണ്ടാകും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന നന്മമരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മനുഷ്യന്റെ കടന്നുകയറ്റം കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പിനെയും ആവാസ വ്യവസ്ഥയെയും ഓർമ്മിപ്പിക്കാനായി വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി. പുരോഗതിയിലേക്കുള്ള പ്രയാണത്തിനിടയിൽ മനുഷ്യനിൽ വിവേകവും നന്മയും ഇല്ലാതാകുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. ഒരു കാലത്ത് പ്രകൃതിക്ക് കീഴടങ്ങി ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് പ്രകൃതിയെ കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാലഭേദമില്ലാതെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് വിഭവങ്ങളുടെ ലഭ്യതയെ പ്രതിസന്ധിയിലാക്കി. ജലസ്രോതസ്സുകളും ജലസുരക്ഷയും നിലനിൽക്കുന്നത് വ്യത്യസ്തങ്ങളായ ആവാസ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കിയാണ്. എല്ലാ രാജ്യങ്ങളുടെയും പുരോഗതിക്ക് വികസനം അനിവാര്യമാണെങ്കിലും പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും തകർത്തുള്ള വികസനം ആർക്കും ഗുണം ചെയ്യില്ല. ഇന്ന് കൃഷിയിടങ്ങൾ പോലും മാരകമായ കീടനാശിനികൾക്ക് അടിമപ്പെടുമ്പോൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ മാരക രോഗങ്ങളിലൂടെ മനുഷ്യൻ തന്നെയാണ് ഏറ്റുവാങ്ങുന്നത്. മരങ്ങളും കാടുകളും സംരക്ഷിക്കുന്നതിലൂടെയും വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുന്നതിലൂടെയും ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കാമെന്ന് നമുക്ക് അറിയാമെങ്കിലും ഈ ലക്ഷ്യം മാറ്റി നിർത്തിയാണ് മനുഷ്യൻ വീണ്ടും വീണ്ടും പ്രകൃതിക്കുമേൽ കടന്നുകയറുന്നത്. പരിസ്ഥിതി ദിനത്തിൽ വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഇവയെല്ലാം എത്രമാത്രം കണ്ട് പ്രാവർത്തികമായെന്നുകൂടി നാം ഓർക്കണം. ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ച ഈ മണ്ണിനെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന ബോധം ഏവർക്കും ഉണ്ടാകണം. ഈ ബോധത്തോടെ പരിസ്ഥിതി ദിനാചരണം വെറും ആചരണമാക്കി മാറ്റാതെ നമുക്ക് നെഞ്ചേറ്റാം. വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കാം നമ്മുടെ ഭൂമിയെ, അതിലെ പച്ചപ്പിനെ, ജലത്തെ. TCV ന്യൂസ്, അന്തിക്കാട്. വളർന്നു പന്തലിച്ച മരങ്ങൾക്ക് നടുവിൽ സന്തോഷവാനായി നിൽക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകനായ അലി ഫരീദ്. വൃക്ഷങ്ങളുടെ സംരക്ഷകനായ അലി പരിസ്ഥിതി പ്രവർത്തകർക്കെന്നും ആവേശമാണ്. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ 2009 അലി വെച്ചുപിടിപ്പിച്ച മരങ്ങൾ വളർന്നു പന്തലിച്ച് തണലേകി നിൽക്കുന്നുണ്ട്. അത്തി, മാവ്, കണിക്കൊന്ന, പ്ലാവ്, ഇലഞ്ഞി, കിളിമരം, സ്റ്റാർ ഫ്രൂട്ട്, ചെമ്പകം തുടങ്ങിയ മരങ്ങളാണ് വളർന്നു നിൽക്കുന്നത്. ചാവക്കാട് കോട്ടപ്പുറം സ്വദേശിയായ അലി ഫരീദിന് വൃക്ഷങ്ങളോടുള്ള സ്നേഹം അതിരുകടന്നപ്പോൾ അതിർത്തികൾക്കപ്പുറവും മരങ്ങൾ നട്ടുവളർത്താൻ തുടങ്ങി. 2007 പക്ഷാഘാതം മൂലം ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ചലനശേഷി പൂർണ്ണമായും നശിച്ച അലി ഫരീദ് 2009 മുതലാണ് മരങ്ങൾ നട്ടുവളർത്താൻ തുടങ്ങിയത്. ശരീരം തളർന്നു പോയെങ്കിലും മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നു.
പതുക്കെ പതുക്കെ വൃക്ഷത്തൈകളുമായി അലി ഫരീദ് റോഡിലേക്കിറങ്ങി. സ്വന്തമായി പണമെടുത്താണ് മുഴുവൻ പരിസ്ഥിതി പ്രവർത്തനവും നടത്തുന്നത്. മരങ്ങളെ സംരക്ഷിക്കാനുള്ള കൂടും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണമെടുത്താണ് വാങ്ങുന്നത്. വൃക്ഷത്തിന് വെള്ളം ഒഴിക്കുന്നതും അലി ഫരീദ് തന്നെ. മേഖലയിലെ പലയിടത്തും അലി ഫരീദ് വൃക്ഷത്തൈകൾ ഇപ്പോഴും നട്ടു വളർത്തുന്നുണ്ട്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അവയെ സംരക്ഷിക്കുക എന്ന ബോർഡുകളും അലി ഫരീദ് തന്റെ സ്കൂട്ടറിലും മരങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി വീട്ടിൽ വൃക്ഷത്തൈകൾ ഉണ്ടാക്കി ഇദ്ദേഹം സൗജന്യമായി വിതരണം ചെയ്യുന്നുമുണ്ട്. മരങ്ങളുടെയും വൃക്ഷത്തൈകളുടെയും സംരക്ഷകനായി അലി ഫരീദ് പ്രവർത്തിക്കുന്നത് മേഖലയിലെ പരിസ്ഥിതി പ്രവർത്തകർക്ക് ഊർജം നൽകുന്നു. TCV ചാവക്കാട്. തുലാം മാസത്തിലെ ആദ്യ മഴമേഘങ്ങൾ അന്തരീക്ഷത്തിൽ താളം ചവിട്ടി തുടങ്ങുമ്പോഴാണ് കലശമലയെ കൂടുതൽ സുന്ദരിയാക്കുന്നത്. തെച്ചിയും കാശിയും ഈ കുന്നിൽ പൂത്തലഞ്ഞു തുടങ്ങും. ഈ സമയം കലശമലയുടെ നെറുകിൽ കയറി നിന്നാൽ ഹരിതഭംഗി ആവോളം നുകരാം. കുന്നംകുളത്തിനടുത്തുള്ള ചൊവ്വന്നൂർ പോർക്കുളം പഞ്ചായത്ത് അതിർത്തിയിലെ ഇടനാടൻ ചെങ്കൽ കുന്നിലേക്ക് ഒന്നെത്തി നോക്കാത്ത സഞ്ചാരികളോ നാട്ടുകാരോ ഇല്ല. കുന്നിന്റെ വടക്കേ ചെരുവിന് താഴെയുള്ള ശിവവിഷ്ണു ക്ഷേത്ര പരിസരത്തായി 2 ഏക്കറോളം വരുന്ന ഒരു ചോലക്കാടുണ്ട്. ലോകത്തിലെ അപൂർവയിനം മരങ്ങൾ തിങ്ങി നിൽക്കുന്ന സൈസീജിയം ട്രാവക്കൂറിയം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജലസസ്യം തിങ്ങി വളരുന്ന ഇടമാണിത്. കുളവെട്ടി എന്ന പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ നീർമരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശങ്ങളായി കേന്ദ്ര ജൈവ വൈവിധ്യ ബോർഡ് തെരഞ്ഞെടുത്തിരുന്നു. ഏതു കടുത്ത വേനലിലും വറ്റാത്ത ജലപ്രവാഹവുമായി ഇവിടെ ഒരു നീരുറവയുണ്ട്. ജലസസ്യമരങ്ങൾ നിലനിൽക്കുന്ന ചതുപ്പ് മരങ്ങൾക്ക് താഴെയുള്ള ഈ നീരുറവ താഴ്വരകളിൽ പോലും കൃഷിക്ക് ഉപയോഗിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഈ നീരുറവ ചരിത്രത്തിലാദ്യമായി വറ്റിവരേണ്ടത്. കുന്നിൻ ചെരുവിലെ മണ്ണെടുപ്പായിരുന്നു നീരുറവയുടെ മരണകാരണം. ലോകത്തിലെ അത്യപൂർവ ജലസസ്യമരം സംരക്ഷിക്കുന്നതിനായി പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും കുറച്ചൊന്നുമല്ല പണിപ്പെടുന്നത്. പ്രത്യേക പരിഗണന നൽകി സംരക്ഷിക്കപ്പെടേണ്ട ഇടമെന്ന് സർക്കാർ തന്നെ തീരുമാനമെടുത്തതോടെയാണ് ഇവിടുത്തുകാർക്ക് അല്പമെങ്കിലും ആശ്വാസമുണ്ടായത്. കലശമലയെ ചുറ്റി പുതിയ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ടെങ്കിലും ചോലക്കാടുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇതിന്റെ ആവാസ വ്യവസ്ഥയെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇല്ലാതാക്കുമോ എന്ന ഭയമാകും ഇതിന് കാരണം. പദ്ധതികളും പ്രചാരണവും ഇല്ലെങ്കിലും വിനോദസഞ്ചാരികളുടെ അത്ഭുത കാഴ്ചയാണ് ഇന്നും ഈ ജലസസ്യ മരങ്ങൾ. TCV ന്യൂസ് കുന്നംകുളം. ഇടവേള. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇടതടവില്ലാതെ 2 നിരകളിലായി വളർന്നു പൊന്തുന്ന വൃക്ഷത്തൈകൾ ആരും കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായി വിതരണം ചെയ്ത വൃക്ഷത്തൈകൾ കൃത്യമായി നട്ട് പരിപാലിച്ചിരുന്നെങ്കിൽ വലിയ സ്വപ്നം പൂവണിയുമായിരുന്നു. കഴിഞ്ഞ 2 വർഷം മാത്രം ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സോഷ്യൽ ഫോറസ്ട്രി വകുപ്പ് തൃശൂർ ജില്ലയിൽ മാത്രം വിതരണം ചെയ്തത് 7,04,489 വൃക്ഷത്തൈകൾ. ഈ വർഷം വിതരണം ചെയ്യുന്ന വൃക്ഷത്തൈകളുടെ എണ്ണം 3,75,000. കഴിഞ്ഞ 2 വർഷങ്ങളിലായി വിതരണം ചെയ്ത വൃക്ഷത്തൈകൾ നട്ടു പരിപാലിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദൂരത്തിൽ 8 വരികളിലായി വൃക്ഷത്തൈകൾ വളർന്നു പൊങ്ങിയേനെ. അതായത് 1114 കിലോമീറ്റർ. അഥവാ കേരളത്തിന്റെ അത്രയും നീളത്തിൽ ഇരുവശങ്ങളിലുമായി വൃക്ഷത്തൈകൾ നട്ടുവളർത്താമായിരുന്നു. ഒരു വൃക്ഷത്തൈ നട്ടുവളർത്തുന്നതിന് 2.5 ചതുരശ്ര മീറ്റർ വിസ്തൃതി വേണമെന്നാണ് സോഷ്യൽ ഫോറസ്ട്രി വകുപ്പിന്റെ കണക്ക്. എന്നാൽ ഏറെ പ്രതീക്ഷയോടെ സർക്കാർ നടപ്പിലാക്കുന്ന ഈ സാമൂഹിക വനവൽക്കരണ പദ്ധതി വർഷത്തിൽ 1 ദിവസത്തെ ചടങ്ങിൽ ഒതുങ്ങുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വിതരണം ചെയ്ത വൃക്ഷത്തൈകൾ വളർന്നിരുന്നെങ്കിൽ നാട് മുഴുവൻ കാട് കണക്കെ മരങ്ങളായിരുന്നേനെ. എന്നാൽ ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന വൃക്ഷത്തൈകൾ പലതും മണ്ണിലേക്ക് എത്തുന്നില്ല. പലയിടങ്ങളിലായി കുന്നുകൂട്ടിയിട്ട് നശിച്ചുപോയ വൃക്ഷത്തൈകൾ പലയിടങ്ങളിലും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ബാക്കി പത്രമായി കാണാം. അഥവാ ഇവ മണ്ണിൽ നട്ടുവെന്നിരിക്കട്ടെ, ഏതാനും നാളുകൾക്കകം ബഹുഭൂരിപക്ഷം തൈകളും നശിച്ചു പോകാറാണ് പതിവ്. പലയിടങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിൽ വൃക്ഷത്തൈ നട്ടയിടത്ത് തന്നെയാണ് ഇക്കുറിയും ചെടി നടാൻ കുഴിയെടുക്കുന്നത്. ചെടികൾ നൽകുന്നവരും അത് നട്ടുപിടിപ്പിക്കുന്നവരും തങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ മൂല്യം തിരിച്ചറിയാത്തിടത്തോളം കാലം മറ്റൊരു ചെടിയുടെ ശവക്കുഴിയിലായിരിക്കും വേറൊരു പരിസ്ഥിതി ദിനത്തിൽ പുതിയ ചെടി നടുന്നതെന്നാണ് യാഥാർത്ഥ്യം. TCV കൊടുങ്ങല്ലൂർ. പ്രകൃതി ചൂഷണത്തിന്റെയും പരിസ്ഥിതി നശീകരണത്തിന്റെയും പ്രത്യാഘാതം നേരിട്ട് അനുഭവിച്ച മേഖലയാണ് എരുമപ്പെട്ടിയും സമീപ പഞ്ചായത്തുകളും. ഇത്തവണത്തെ വേനലിൽ മേഖലയിൽ രൂക്ഷമായ വരൾച്ച സമ്മാനിച്ചാണ് പ്രകൃതി അതിന്റെ പ്രതിഷേധം അറിയിച്ചത്. ജില്ലയിൽ വലിയ രീതിയിൽ പ്രകൃതി ചൂഷണം നടക്കുന്ന മേഖലകളാണ് എരുമപ്പെട്ടി, കടങ്ങോട്, വരവൂർ, വേലൂർ പഞ്ചായത്തുകൾ. കരിങ്കൽ ക്വാറികളും അനധികൃത മണ്ണെടുപ്പ് കേന്ദ്രങ്ങളും ചെങ്കൽ ഖനന ക്വാറികളും ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതും ഈ പ്രദേശങ്ങളിലാണ്. 4 പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പരിസ്ഥിതി ചൂഷണത്തിന്റെ തിക്താനുഭവങ്ങൾ വരൾച്ചയുടെ രൂപത്തിലാണ് അനുഭവപ്പെട്ടത്.
മേഖലയിലെ കിണറുകളും കുളങ്ങളും ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളും വലിയ ജലസംഭരണികളും വറ്റിവരണ്ടു. വാഴാനി വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കാഞ്ചേരി കേച്ചേരി പുഴ പൂർണ്ണമായും വരണ്ടുണങ്ങി. വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ വിണ്ടുകീറി. കാർഷിക വിളകൾ ഉണങ്ങിക്കരിഞ്ഞു. വ്യാപക കൃഷിനാശവും മേഖലയിൽ സംഭവിച്ചു. പച്ചവിരിച്ച് തലയുയർത്തി നിന്നിരുന്ന പല കുന്നുകളും ഇപ്പോൾ ഓർമ്മയായി മാറി. ജലസംഭരണികളായ കുന്നുകൾ തുരന്നെടുത്ത് വലിയ ഗർത്തങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. കടങ്ങോട്, പഴവൂർ, വേലൂർ, മലയകം പ്രദേശങ്ങളിലുള്ള മെറ്റൽ ക്രഷറുകളുടെ പ്രവർത്തനം ജനങ്ങളെ മാറാരോഗികളാക്കി മാറ്റി. ഇവിടെയുള്ളവർ ഇപ്പോൾ ശ്വസിക്കുന്നത് വെടിമരുന്നും കരിങ്കൽപ്പൊടിയും കലർന്ന വായുവാണ്. മണ്ണിലും വയലുകളിലും കരിങ്കൽപ്പൊടി അടിഞ്ഞ് ഗ്രാമങ്ങളിലെ പച്ചപ്പ് നഷ്ടപ്പെട്ടു. ക്രഷറുകളിലെ വൻ ജലമൂറ്റൽ മേഖലയിൽ രൂക്ഷമായ വരൾച്ചയുടെ ആക്കം കൂട്ടി. ഭൂമാഫിയകളുടെ പ്രവർത്തനങ്ങളും പരിസ്ഥിതിക്ക് കോട്ടം സൃഷ്ടിക്കുന്നുണ്ട്. നെൽവയലുകൾ മണ്ണിട്ട് നികത്തി പ്ലോട്ടുകളാക്കി വിൽപ്പന നടത്തുന്നതും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും മേഖലയിൽ വ്യാപകമാണ്. നെൽവയലുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതായതും വരൾച്ചയ്ക്ക് വലിയ കാരണമാണ്. ഇത്തരത്തിലുള്ള പ്രകൃതി ചൂഷണങ്ങൾ ഭാവിയിൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നതിന്റെ മുന്നറിയിപ്പാണ് മേഖലയിൽ ഇത്തവണ നേരിട്ട അതിരൂക്ഷമായ വരൾച്ച. ഭൂരിഭാഗം പ്രദേശങ്ങളിലും ജനങ്ങൾ കുടങ്ങളും പാത്രങ്ങളുമായി പഞ്ചായത്തിന്റെ കുടിവെള്ള വിതരണ വാഹനങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന ദയനീയ കാഴ്ചയും നാളെയുടെ ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതി ചൂഷണ നശീകരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട അധികാരികൾ മാഫിയകൾക്ക് കുട ചൂടുമ്പോൾ പ്രതിരോധവുമായി ജനങ്ങൾ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ വൻ ദുരന്തമായിരിക്കും കാലം നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. പരിസ്ഥിതിയെ കാത്തു സംരക്ഷിക്കുവാൻ വടക്കാഞ്ചേരി നഗരസഭ നിശ്ചയദാർഢ്യത്തോടെ രംഗത്ത്. 1996 മുതൽ അതിരൂക്ഷമായ ജലക്ഷാമം അനുഭവിച്ചിരുന്ന പാർലിക്കാട് കാട്ടിലങ്ങാടിയിലെ 25ഓളം വീടുകളിൽ വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ കിണർ റീചാർജിംഗ് നടപ്പിലാക്കി. നബാർഡിന്റെയും പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ഈ ഡിവിഷനിലെ ഏറ്റവും രൂക്ഷമായി ജലക്ഷാമം അനുഭവപ്പെടുന്ന വീടുകളിലെ കിണർ റീചാർജ് ചെയ്യുന്ന പദ്ധതിയാണ് ആദ്യം ആരംഭിച്ചത്. വീടുകളുടെ മേൽക്കൂരകളിൽ നിന്നും പാത്തിവെച്ച് ഒഴുക്കിയെടുക്കുന്ന ജലം കിണറിന് സമീപത്ത് സ്ഥാപിക്കുന്ന ഫിൽട്ടർ വഴി കിണറിലേക്ക് എത്തിച്ചാണ് റീചാർജ് ചെയ്യുന്നത്. മെറ്റലും കരിയും ഫിൽറ്ററിൽ ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കും. റീചാർജിംഗ് സംവിധാനം സ്ഥാപിച്ച വീടുകളിൽ ഒരു മഴയ്ക്ക് ശേഷം തന്നെ കിണറുകളിൽ വെള്ളം സംഭരിക്കാനായി. നഗരസഭാ വൈസ് ചെയർമാനും വാർഡ് കൗൺസിലറുമായ MR അനൂപ് കിഷോറിന്റെ വാർഡിലാണ് ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയത്. 5000 രൂപയാണ് ഒരു വീടിന് കിണർ റീചാർജിംഗ് സംവിധാനം സ്ഥാപിക്കുന്നതിനുള്ള ചിലവ്. ഇത് ഒരു വീടിന് 2500 രൂപയായി നൽകാനാണ് ഭാവിയിൽ നഗരസഭ ഉദ്ദേശിക്കുന്നത്. TCV, വടക്കാഞ്ചേരി. ഇരിങ്ങാലക്കുട നഗരസഭയിൽ തണ്ണീർത്തടങ്ങളും വയലുകളും വിസ്മൃതിയിലേക്ക്. വൻകിട റിയൽ എസ്റ്റേറ്റ് ലോബിയാണ് നികത്തലിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പഴയ ഇരിങ്ങാലക്കുട നഗരസഭാ പ്രദേശം ഉൾപ്പെടുന്ന ബൈപ്പാസ് റോഡിലെ ഏക്കർ കണക്കിന് വയലും തണ്ണീർത്തടങ്ങളും ഇന്നില്ലാതായി. കാർഷിക പ്രദേശമായ ഇവിടെ വർഷങ്ങളായി തരിശിട്ടിരിക്കുകയായിരുന്നു. കൃഷി ചെയ്തിരുന്നില്ലെങ്കിലും ഇവിടത്തെ തണ്ണീർത്തടങ്ങൾ കനത്ത വേനൽക്കാലത്തും ജലസമൃദ്ധമായിരുന്നു. ബൈപ്പാസ് നിർമ്മാണം നഗരസഭ ആരംഭിച്ചതോടെ ഈ പ്രദേശം ഭൂമാഫിയയുടെ പ്രധാന കേന്ദ്രമായി. ചെറുകിടക്കാരിൽ നിന്ന് ഭൂമി ലോബികൾ മൊത്തമായി സ്വന്തമാക്കുകയും ചെയ്തു. കോടതിയെയും മറ്റും തെറ്റിദ്ധരിപ്പിച്ച് കരഭൂമിയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. ഉന്നത രാഷ്ട്രീയ ഇടപെടൽ കൂടിയായതോടെ ഭൂമാഫിയയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയായിരുന്നു. രാത്രിയുടെ മറവിലും മറ്റും യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ പ്രദേശം വ്യാപകമായി നികത്തുകയും ചെയ്തു. വില്ലേജ് രേഖകളിൽ വയലുകളാണെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് ഈ പ്രദേശത്ത് വൻ കെട്ടിടങ്ങളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. തണ്ണീർത്തടവും പാടവും നികത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് PV ശിവകുമാർ പറഞ്ഞു. അധികൃതർ നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടി നഗരസഭ സ്വീകരിക്കണമെന്നും ശിവകുമാർ ആവശ്യപ്പെട്ടു. തണ്ണീർത്തടങ്ങൾ നികത്തി ഫ്ളാറ്റുകളും അതേപോലെ തന്നെ വലിയ വലിയ മാളുകളും സിനിമാ തിയേറ്ററുകളുമാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം തണ്ണീർത്തടങ്ങൾ നിയമം ലംഘിക്കപ്പെട്ട് ചെയ്യുന്ന തണ്ണീർത്തടങ്ങളെ ആ നിയമം പറഞ്ഞ കെട്ടിടങ്ങളൊക്കെ തന്നെ നമ്മൾ പൊളിച്ചു നീക്കുകയും ആ നിലവിലുള്ള ആ പരിസ്ഥിതി നമുക്ക് കഴിഞ്ഞ തണ്ണീർത്തടങ്ങളെ നമ്മൾ സംരക്ഷിക്കാനുള്ള നടപടികൾ ഈ പരിസ്ഥിതി ദിനത്തിലെങ്കിലും നമ്മൾ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. TCV, ഇരിങ്ങാലക്കുട. അനാഥയായ 5 കുഞ്ഞിക്കിളികളുടെ അമ്മയെ തേടുകയാണ് കലശമലയിലെ ആര്യലോകാശ്രമത്തിലെ ശ്രീലോക എന്ന 8 വയസ്സുകാരി. വീടിന് മുന്നിലെ കുഞ്ഞുമരത്തിന് മുകളിൽ കൂടുവെച്ച് 5 കിളികളെയും ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണിപ്പോൾ ശ്രീലോക. കഴിഞ്ഞ ദിവസം ശ്രീലോകയുടെ അയൽപ്പക്കത്തെ വീട്ടിലെ പുകക്കുഴൽ വൃത്തിയാക്കുന്നതിനിടെയാണ് കുഞ്ഞിക്കിളികളെ കണ്ടെത്തിയത്.
പറക്കമുറ്റാത്ത കുഞ്ഞിക്കിളികളെ എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടുകാർ സങ്കടപ്പെട്ടപ്പോഴാണ് ശ്രീലോക ഇവരുടെ സംരക്ഷണം ഏറ്റെടുത്തത്. ഡ്രോപ്പറിൽ വെള്ളവും പക്ഷിത്തീറ്റയും നൽകി ഇവരെ സംരക്ഷിക്കുകയാണിപ്പോൾ ഈ 8 വയസ്സുകാരി. ആര്യലോക് ആശ്രമത്തിലെ ആര്യമഹർഷിയുടെ ഇളയ മകളായ ശ്രീലോക കുന്നുംകുളം ബദനി ഇംഗ്ലീഷ് സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ കലശമലയിലെ കുന്നിൻ മുകളിൽ പുലർച്ചെ എത്തി ശ്രീലോക കിളിക്കുഞ്ഞുങ്ങളുടെ അമ്മയെ തിരഞ്ഞു നടക്കും. മരച്ചില്ലകൾ അകത്തിപ്പിടിച്ച് പറന്നു പോകുന്ന കിളികൾക്ക് കാണാൻ പാകത്തിൽ കൂട് നിവർത്തിവെക്കും. അമ്മയ്ക്ക് പകരം കുഞ്ഞുങ്ങളെ റാഞ്ചാൻ പരുന്തോ മറ്റോ വന്നാലോ എന്ന് സംശയിച്ച് അവരെ കളിപ്പിച്ചും വെള്ളം കൊടുത്തും മരത്തിനടുത്ത് തന്നെ ഏറെ നേരം ശ്രീലോക കാത്തിരിക്കും. ഡ്രോപ്പറിൽ വെള്ളം നിറച്ച് ശ്രീലോക എത്തുമ്പോൾ കൊക്കു തുറന്ന് കുഞ്ഞിക്കിളികൾ അവളുടെ കൈക്കുമ്പിളിലേക്ക് തലയെത്തിക്കും. വെള്ളം കുടിച്ച് അവരുടെ കളിയും കണ്ട് ശ്രീലോക ഇവിടെ തന്നെ ഇരുന്നെങ്കിലും തന്റെ കുഞ്ഞുങ്ങളെ തേടി അമ്മക്കിളി എത്തിയില്ല. കലശമലയുടെ താഴ്വരത്തെങ്ങോ അമ്മക്കിളി തന്റെ കുഞ്ഞുങ്ങളെ തേടി അലയുന്നുണ്ടെന്ന് ശ്രീലോകയ്ക്കറിയാം. അതിനാൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി അപ്പവുമായി അമ്മക്കിളി ഇതുവഴി എങ്ങാനും വന്നോ എന്ന് പരിസരവാസികളോടും ശ്രീലോക അന്വേഷിക്കുന്നുണ്ട്. തന്റെ കുഞ്ഞുങ്ങളെ തേടി ആ അമ്മക്കിളി എന്നെങ്കിലും ഈ വഴി എത്തുമെന്ന് ശ്രീലോക ഉറപ്പിച്ചു പറയുന്നു. തന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി കാണുന്ന ആ അമ്മയുടെ സന്തോഷം കാണാനുള്ള തിടുക്കത്തിലാണിപ്പോൾ ശ്രീലോക. TCV ന്യൂസ് കുന്നംകുളം. പരിസ്ഥിതി സന്തുലനം നിലനിർത്തുന്നതിലൂടെയാണ് ജീവന്റെ നിലനിൽപ്പ് എന്ന തിരിച്ചറിവ് നിലവിലെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പരിസ്ഥിതി സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു പഠിതാവ് ഒരു മരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പരിസ്ഥിതി സാക്ഷരത വളരെ വലിയ ലക്ഷ്യമാണ്. ഇതിനാൽ തന്നെ പരിസ്ഥിതി സന്തുലനം നിലനിർത്തുക എന്ന ദൗത്യത്തിലേക്ക് നാം ഓരോരുത്തരും പങ്കുചേരണം. ഭൂമിയിൽ നിന്ന് മനുഷ്യവർഗം ഇല്ലാതായാൽ മറ്റ് യാതൊന്നിലും ഒന്നും സംഭവിക്കില്ല. എന്നാൽ മറ്റു ജീവജാലങ്ങൾ ഈ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായാലും മനുഷ്യവർഗത്തെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. ജീവന്റെ സ്രോതസ് എന്ന് പറയുന്നത് പരിസ്ഥിതിയുടെ സന്തുലനമാണ്. സംഭവം അത് നിലനിർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ അങ്കണത്തിൽ അത്തിപ്പഴത്തൈ നട്ട മന്ത്രി വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാബുരാജ്, സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സുബൈദ, ജില്ലാ കോർഡിനേറ്റർ ഇൻചാർജ് C അബ്ദുൾ റഷീദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരെ വികസന വിരോധികളെന്ന് മുദ്രകുത്തുന്ന പ്രവണത കൂടി വരികയാണെന്ന് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. പരിസ്ഥിതി വിഷയങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വന്നിരിക്കുന്ന പ്രവണത നല്ല സൂചനയാണെന്നും മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് AIYF ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി VS സുനിൽകുമാർ. ഒരു രാഷ്ട്രം എന്ന നിലയിലും ഒരു സമൂഹം എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും നമുക്ക് അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട കാര്യം പ്രകൃതി മൂലധനത്തെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ നടത്തുന്ന കേവലം തൈനടിയിൽ പ്രക്രിയയിൽ മാത്രം ഇത്തരം പ്രവൃത്തികൾ ചുരുക്കി കാണരുത്. സാംസ്കാരിക സമ്പന്നരും വിദ്യാസമ്പന്നരും ശാസ്ത്രബോധമുള്ളവരുമായ ഒരു കൂട്ടം ആളുകൾ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരെ വികസന വിരോധികളായി ചിത്രീകരിക്കുകയാണ്. ഇതിനാൽ തന്നെ ഈ തെറ്റായ ചിന്ത മാറ്റിയെടുക്കാനും ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു പാരിസ്ഥിതിക അവബോധം നമ്മുടെ രാഷ്ട്രീയ ബോധമണ്ഡലത്തിലേക്ക് സന്നിവേശിപ്പിക്കാനും സാധിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. AIYF ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, AISF ജില്ലാ സെക്രട്ടറി വിഷ്ണു, AIYF സംസ്ഥാന സെക്രട്ടറി മഹേഷ് കാക്കത്ത്, ജില്ലാ സെക്രട്ടറി T പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ 352 റാങ്ക് കരസ്ഥമാക്കിയ CN ജയദേവൻ MP മരുമകൾ ശ്രീലക്ഷ്മി ദിനൂപിനെ ചടങ്ങിൽ അനുമോദിച്ചു. പത്മശ്രീ കലാമണ്ഡലം ഗോപിയുടെ അശീതി സ്മാരകമായി തൃശൂരിൽ കഥകളി തിയേറ്റർ സ്ഥാപിക്കുമെന്ന് ടൂറിസം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കലാമണ്ഡലം ഗോപിയുടെ അശീതി ആഘോഷത്തിന്റെ സമാപന ദിവസം സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. തൃശൂരിൽ ടൂറിസം വകുപ്പ് നിർമ്മിക്കുന്ന സാംസ്കാരിക സമുച്ചയത്തിന്റെ ഭാഗമായാണ് കഥകളി തിയേറ്റർ സജ്ജമാക്കുക. കഥകളിയിലെ ജനകീയ മുഖമാണ് കലാമണ്ഡലം ഗോപി. ദൈവത്തിന്റെ സ്വന്തം നാടിനെ കഥകളിയുടെ സ്വന്തം നാടെന്ന വിശേഷണത്തിന് അർഹനാക്കിയതിൽ സുപ്രധാന പങ്ക് ഗോപിയാശാൻ അവകാശപ്പെട്ടതാണെന്നും കടകംപള്ളി പറഞ്ഞു. വിദ്യാഭ്യാസത്തോടൊപ്പം കലാസാംസ്കാരിക പൈതൃകം കൂടി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളതെന്ന്
സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. കലയെയും കലാകാരന്മാരെയും കണ്ടെത്താനും വളർത്തിയെടുക്കാനുമുള്ള ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും രവീന്ദ്രനാഥ് കൂട്ടിച്ചേർത്തു. പൊതുവിദ്യാലയങ്ങളിൽ പണ്ടെല്ലാം ഉണ്ടായിരുന്നതുപോലെ കലാകാരന്മാരെ കുറച്ചെങ്കിലും വെച്ച് പുതിയ തലമുറയിലെ സർഗശേഷിയുള്ള കൊച്ചു കുരുന്നുകളെ കണ്ടെത്തുവാനുള്ള ശ്രമം നടക്കുന്നത്. കലാകാരന്മാരുടെ വളർച്ച ഒരു സമൂഹത്തിൻ്റെ വികസനത്തിൻ്റെ ഭൂമികയാണ്. ആ ആശയത്തിലാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുവിദ്യാലയങ്ങളെ വളർത്തുവാനും സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. പൊതുജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തമാണ് ഈ ചടങ്ങെന്നും കലാമണ്ഡലം ഗോപിയാശാന്റെ കാലത്ത് ജീവിക്കാനായത് ഭാഗ്യമാണെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. കലാമണ്ഡലം ഹൈദരാലിക്ക് കൂടി ഉചിതമായ സ്മാരകമൊരുക്കുന്ന കാര്യം സംഗീത നാടക അക്കാദമി ചർച്ച ചെയ്തു വരികയാണെന്ന് അക്കാദമി ചെയർപേഴ്സൺ KPS ലളിത പറഞ്ഞു. PK ബിജു MP അശീതി ദീപപ്രദാനം നിർവഹിച്ചു. സംവിധായകൻ ഷാജിയൻ കരുൺ, ആർട്ടിസ്റ്റ് നമ്പൂതിരി, ഗായകൻ ജയചന്ദ്രൻ, സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ, നർത്തകി പത്മശ്രീ ഭാരതി ശിവാജി, കവി ഡോക്ടർ C രാവുണ്ണി, വള്ളത്തോളിന്റെ മകൾ വാസന്തി മേനോൻ, അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, സാഹിത്യകാരി KB ശ്രീദേവി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നൂറുകണക്കിന് പ്രമുഖരാണ് ഗോപിയാശാന് അശീതി പ്രണാമമർപ്പിക്കാൻ എത്തിയത്. ചാക്യാർകൂത്തും കഥകളിയും ആഘോഷ പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. ജന്മദിന സദ്യയും അശീതി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ. കളിയരങ്ങിലെ പച്ചയുടെ നായകൻ തന്റെ 80ാം പിറന്നാൾ വേളയിൽ ആസ്വാദകർക്കായി പകർന്നാടിയത് നവരസങ്ങളുടെ അപൂർവ രസാനുഭൂതിയായിരുന്നു. നവരസങ്ങൾക്കൊപ്പം രസം കൂടി ആസ്വാദക മനസ്സിൽ പച്ചകുത്തിയാണ് ഗോപിയാശാൻ അശീതി ആഘോഷം അവിസ്മരണീയമാക്കിയത്. ശൃംഗാരം, ഹാസ്യം, കരുണ, രൗദ്രം, വീരൻ, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ചാലക്കുടി മേലൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച് വയോധികൻ മരിച്ചു. ശാന്തിപുരം കണ്ണങ്ങാട്ടെ മേച്ചേരി വീട്ടിൽ 71 വയസ്സുള്ള അഗസ്റ്റിനാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിത പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഒല്ലൂക്കര, ചേലക്കര, എളനാട്, പഴയന്നൂർ, കയ്പമംഗലം, മരത്താക്കര തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ വകുപ്പിന്റെയും കുടുംബശ്രീ, ആശാ വർക്കർമാർ എന്നിവരുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പകർച്ചവ്യാധികൾ വ്യാപകമായതിനെ തുടർന്ന് തിങ്കളാഴ്ച ശുചിത്വ ഹർത്താൽ നടത്തുവാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാള കണക്കൻ കടവിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് എറണാകുളം ജില്ലക്കാരായ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. തിരുത്തൂർ സ്വദേശികളാണ് മരിച്ചത്. കൈമാതുരത്ത് മെർവിന്റെ ഭാര്യ 32 വയസ്സുള്ള ഹണി, മകൻ 2.5 വയസ്സുള്ള ആരോൺ, മെർവിന്റെ അമ്മ 65 വയസ്സുള്ള മേരി എന്നിവരാണ് മരിച്ചത്. കുണ്ടൂർ ആലമറ്റത്ത് ബന്ധുവിന്റെ വീട്ടിൽ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് ശനിയാഴ്ച രാത്രി 10:30 തിരുത്തൂരിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. റോഡിനോട് ചേർന്നുള്ള കൈവരിയില്ലാത്ത തോട്ടിലേക്ക് കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന മെർവിൻ വാതിൽ തുറന്ന് രക്ഷപ്പെട്ടു. ആരുണിന്റെ മൃതദേഹം ഞായറാഴ്ച പുലർച്ചെയാണ് കണ്ടെത്തിയത്. രാവിലെ കാർ കരയിലേക്ക് കയറ്റി. മൃതദേഹങ്ങൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി.
തൈക്കാട്ടുശ്ശേരിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. തൈക്കാട്ടുശ്ശേരി സ്വദേശി പള്ളിയിൽ വീട്ടിൽ ഹരിദാസ് മകൻ 21 വയസ്സുള്ള ഹിരൺ ദാസാണ് മരിച്ചത്. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് തൈക്കാട്ടുശ്ശേരി സ്വദേശി അഭിരാമിനെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെ 3:30യോടെയായിരുന്നു അപകടം. തൈക്കാട്ടുശ്ശേരിയിൽ വിവാഹത്തോടനുബന്ധിച്ച് സ്കൂൾ ഹാളിൽ നടന്ന സ്റ്റേജ് ഡെക്കറേഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിനിടെയാണ് അപകടം. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാഞ്ഞാണിയിൽ ശനിയാഴ്ച ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. കണ്ടശാങ്കടവ് സ്വദേശി മടത്തിപ്പറമ്പിൽ ഷാജിയുടെ മകൻ 15 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു രാഹുൽ. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:00ഓടെയാണ് അപകടം ഉണ്ടായത്. 2 വർഷം മുമ്പ് രാഹുലിന്റെ ജ്യേഷ്ഠന് വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. കാരമുക്ക് SNGS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഈ വർഷം SSLC പാസ്സായ വിദ്യാർത്ഥിയാണ് രാഹുൽ. രാഹുലിന്റെ മരണത്തിൽ അനുശോചിച്ച് തിങ്കളാഴ്ച കാരമുക്ക് സ്കൂളിന് അവധിയായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇടവേള. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ലൂർദുപുരം പ്രിയദർശിനി നഗർ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി സംരക്ഷണ നടപടികളും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കലും ശ്രദ്ധേയമാകുന്നു. ലൂർദുപുരം പ്രിയദർശിനി നഗറിലും പരിസര പ്രദേശങ്ങളിലുമായി 150ഓളം വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത്. പലവിധത്തിലുള്ള ചെടികൾ, ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ, പൂച്ചെടികൾ തുടങ്ങിയവ ഇതിൽപ്പെടും. ചെടികൾക്ക് ചുറ്റും മുള കൊണ്ടുള്ള കൂടുകൾ സ്ഥാപിക്കും. ആവശ്യമായ വീട്ടുകാർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നതും പ്രത്യേകതയാണ്. കൂടാതെ വീട്ടുകാർക്ക് ഒരു വൃക്ഷത്തൈ ദത്തായി നൽകുകയും അത് സംരക്ഷിക്കാനുള്ള ചുമതല അവരെ ഏൽപ്പിക്കുകയും ചെയ്യും. വൃക്ഷത്തൈ നട്ട ശേഷം വെള്ളമൊഴിക്കാതെ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് പൗരസമിതിയുടെ ഈ ശ്രദ്ധേയ പദ്ധതി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വൃക്ഷത്തൈ നടീൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ഗീത ബാലചന്ദ്രൻ, ലൂർദുപള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ, നാടകകൃത്ത് ഷെവലിയാർ CL ജോസ്, യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉണ്ണി പേരാമംഗലത്ത്, കൺവീനർ ജോജു മന്നില, ഡോക്ടർ KM ഫ്രാൻസിസ്, ജെയ്സൺ ജോസ്, ഡെൽസൺ ആവോക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ K മഹേഷിന്റെ വീട് കുത്തി തുറക്കാൻ ശ്രമം, മോഷണശ്രമമെന്ന വിലയിരുത്തലിൽ പോലീസ്. മേഖലയിലെ മയക്കുമരുന്ന് കഞ്ചാവ് സംഘം നടത്തിയ ആക്രമണമാണിതെന്ന് BJP ജില്ലാ നേതൃത്വം. ഞായറാഴ്ച പുലർച്ചെ 3:45ഓടെയാണ് കോർപ്പറേഷനിലെ BJP അംഗമായ K മഹേഷിന്റെ ചെമ്പൂക്കാവിലെ വീട് കുത്തിത്തുറക്കാൻ ശ്രമമുണ്ടായത്. വീടിന്റെ പിൻഭാഗത്ത് ശബ്ദം കേട്ട മഹേഷിന്റെ ഭാര്യ ദീപ ലൈറ്റുകൾ ഇട്ട് വീടിനുള്ളിൽ പരിശോധിച്ചെങ്കിലും പിന്നീട് ശബ്ദമൊന്നും കേട്ടില്ല. തുടർന്ന് രാവിലെ 7-ന് വീടിന്റെ പുറകുവശത്തുള്ള വാതിൽ തുറക്കാനെത്തിയപ്പോഴാണ് വാതിൽ കുത്തി തുറക്കാനുള്ള ശ്രമം നടത്തിയതായും വീട്ടുപകരണങ്ങളും മറ്റും വലിച്ചു വാരിയിട്ട നിലയിലും കണ്ടത്. ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിച്ചു. ACP P വാഹിദ്, തൃശൂർ ഈസ്റ്റ് CI സേതു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന്റെ പിൻവശത്തെ ചുറ്റുമതിൽ ചാടിക്കടന്നാണ് മോഷ്ടാവ് എത്തിയതെന്നും സംശയിക്കുന്നു. സമീപത്തെ സ്വകാര്യ ബാങ്കിന്റെ ATM കൗണ്ടറിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറ പരിശോധിച്ചാൽ സംഭവവുമായി ബന്ധപ്പെട്ട തെളിവ് ലഭിച്ചേക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. അതേസമയം കഞ്ചാവ് മയക്കുമരുന്ന് സംഘം വ്യാപകമായ ചെമ്പൂക്കാവ് മൈലിപ്പാടം മേഖലയിലുണ്ടായ ഈ സംഭവം കഞ്ചാവ് മാഫിയയുടെ ആക്രമണമാണെന്ന നിലപാടിലാണ് BJP ജില്ലാ നേതൃത്വം. നിരന്തരമായ കഞ്ചാവ് വേട്ടയും സംഘർഷവും നടക്കുന്നതിനാൽ ഇത്തരക്കാർക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വീട് സന്ദർശിച്ച ശേഷം BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് പറഞ്ഞു. കഞ്ചാവ് മാഫിയ സംഘത്തെ ഏത് വിധേയും അടിച്ചമർത്താൻ ബന്ധപ്പെട്ട അധികാരി വർഗം തയ്യാറാവണം. അല്ലെങ്കിൽ തൃശ്ശൂർ പട്ടണം അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഇത്തരം ഗുണ്ടാ സംഘങ്ങളുടെയും കൊലപാതക സംഘങ്ങളുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും കേന്ദ്രമാക്കി മാറ്റാനാണ് കഞ്ചാവ് മാഫിയ സംഘം പരിശ്രമിക്കുന്നത്. TCV തൃശൂർ. തൃശൂർ നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ കവർച്ച. പറവട്ടാനിയിൽ പ്രവർത്തിക്കുന്ന ഗൃഹോപകരണ സ്ഥാപനത്തിന്റെ പിന്നിലെ ഷട്ടർ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ ക്യാഷ് കൌണ്ടറിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷം രൂപ കവർന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. സ്ഥാപനത്തിലെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. വിധിയുടെ ക്രൂരതയിൽ അകപ്പെട്ട കുടുംബനാഥന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ വലയുകയാണ് ഭാര്യയും മക്കളും. ജോലിക്കിടെയുണ്ടായ ദുരന്തം കുടുംബത്തിന്റെ അത്താണിയെ തളർത്തിയപ്പോൾ നിർധന കുടുംബത്തിന് അത് താങ്ങാവുന്നതിലും അപ്പുറമായി. ജോലിക്കിടെയുണ്ടായ അപ്രതീക്ഷിത ദുരന്തമാണ് ഈ കുടുംബനാഥനെ ശയ്യാവലംബിയാക്കി മാറ്റിയത്. നഴ്സറി തൊഴിലാളിയായ മാടക്കത്തറ തേറമ്പം സ്വദേശി ചാമ്പള്ളി വീട്ടിൽ രാധാകൃഷ്ണനാണ് തൊഴിൽ ചെയ്യുന്നതിനിടയിൽ അടയ്ക്കാമരം കഴുത്തിനു പിറകിൽ വീണ് സ്പൈനൽ കോഡിന് ക്ഷതം സംഭവിക്കുകയും കൈകാലുകളും ശരീരവും തളരുകയും ചെയ്തത്. അടയ്ക്കാമരം മുറിക്കുന്നതിനിടെ വില്ലനായി എത്തിയ ദുരന്തത്തിന്റെ ഇരയായി ഇന്ന് ഈ കുടുംബം കഴിയുകയാണ്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ 2 മാസത്തിലേറെയായി ചികിത്സയിലാണ് രാധാകൃഷ്ണൻ.
ഇതുവരെ ചികിത്സയ്ക്കായി 6 ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ട്. കൂടാതെ മരുന്നിനും മറ്റുമായി ദിവസവും 3000 രൂപയോളം വേണം. ജീവൻ നിലനിർത്താനും തുടർ ചികിത്സയ്ക്കുമായി ഇനിയും ലക്ഷങ്ങൾ വേണ്ടിവരും. അതിനാൽ തന്നെ കുടുംബനാഥന്റെ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ നിർധന കുടുംബം. രാധാകൃഷ്ണൻ കിടപ്പിലായതോടെ ഭാര്യ ബിന്ദുവിന് കൂലിപ്പണിക്ക് പോകാനാകാത്ത സ്ഥിതിയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന അഞ്ജന എന്ന മകളുടെയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിൽ എന്ന മകന്റെയും പഠനം വഴിമുട്ടി നിൽക്കുകയാണ്. 70 ദിവസത്തോളമായി കിടക്കണം. അതിൽ 5 ദിവസം മാത്രമേ ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുള്ളൂ. പിന്നെ 10,000 രൂപ ദിവസവും ചിലവുണ്ട് ഞങ്ങൾക്ക്. 6 ലക്ഷത്തോളം ഇപ്പോൾ ചിലവായിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 മക്കൾ. സുമനസ്സുകൾ കനിഞ്ഞാൽ മാത്രമേ ഇനി രാധാകൃഷ്ണന്റെ ജീവനും കുടുംബത്തെയും രക്ഷിക്കാനാകുകയുള്ളൂ. 2 ഓപ്പറേഷനുകൾ കഴിഞ്ഞുവെങ്കിലും ഇനിയും ഓപ്പറേഷനുകൾ ബാക്കിയാണ്. അതിന് ഭീമമായ ചിലവ് വേണ്ടിവരും. വിധിയുടെ ക്രൂരത ഈ കുടുംബത്തെയും കുടുംബനാഥനെയും തളർത്തിയപ്പോൾ മറ്റ് വഴിയില്ലാതെ വലയുകയാണിവർ. രാധാകൃഷ്ണൻ CC, അക്കൗണ്ട് നമ്പർ 00823030000600 ധനലക്ഷ്മി ബാങ്ക് കുറിച്ചിക്കര എന്ന വിലാസത്തിൽ ധനസഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃശൂർ. വരന്തരപ്പള്ളി ദേവാലയത്തിൽ ഞായറാഴ്ച ആദ്യമായി അൾത്താര ബാലനായി ദിവ്യബലി അർപ്പിക്കേണ്ടവനായിരുന്നു ഗ്ലാഡ്വിൻ എന്ന മിടുക്കൻ. എന്നാൽ ദേവാലയത്തിന്റെ അൾത്താരയിലല്ല, ദൈവത്തിന്റെ ചാരയാണ് ഈ കുരുന്ന് ഇടം നേടിയത്. അൾത്താര ബാലനാകാൻ കുതിച്ച ഗ്ലാഡ്വിൻ ജീവിതം കൊണ്ടല്ല മരണം കൊണ്ടാണ് വിശുദ്ധ ജന്മമായി മാറിയത്. തന്റെ മരണം കൊണ്ട് 6 പേർക്ക് പുതുജീവൻ പകർന്നുകൊണ്ടാണ് ഈ 13കാരന്റെ മടക്കയാത്ര. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഗ്ലാഡ്വിൻ അവയവദാനത്തിലൂടെ 6 പേർക്ക് ജീവനായി. തലയ്ക്കുള്ളിലെ രക്തസ്രാവമാണ് വരന്തരപ്പള്ളി പള്ളിക്കുന്നത്ത് കോരേത്ത് വർഗീസിന്റെ മകനായ ഗ്ലാഡ്വിന്റെ ജീവൻ അപകടത്തിലാക്കിയത്. മസ്തിഷ്ക മരണം സംഭവിച്ചതായി സ്ഥിരീകരിച്ചതോടെയാണ് മാതാപിതാക്കൾ അവയവദാനത്തിന് സമ്മതം നൽകിയത്. പള്ളിയിൽ നേരത്തെ നടന്ന അവയവദാന ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഗ്ലാഡ്വിൻ അവയവദാനത്തിന് പലപ്പോഴും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളത് അമ്മ ബിന്നിയാണ് ഓർത്തത്. നെഞ്ചു പിളരുന്ന വേദനയ്ക്കിടയിലും മകന്റെ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കാൻ വർഗീസും ബിന്നിയും തയ്യാറായത് അവയവദാന നടപടികളിലേക്ക് നയിച്ചു. അവയവദാനത്തിന്റെ നടപടിക്രമങ്ങളുടെ സാങ്കേതിക തടസ്സങ്ങൾ മറികടന്ന് ഗ്ലാഡ്വിന്റെ കിഡ്നിയും പാൻക്രിയാസും ലിവറും കണ്ണുകളുമാണ് ശസ്ത്രക്രിയയിലൂടെ മറ്റുള്ളവർക്ക് പുതുജീവൻ പകർന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ്, അമൃത, എറണാകുളം PVS, അങ്കമാലി, ലിറ്റിൽ ഫ്ലവർ എന്നിവിടങ്ങളിലേക്ക് പോലീസ് അകമ്പടിയോടെ അവയവങ്ങൾ കൊണ്ടുപോയി. വരന്തരപ്പള്ളി CJM അസംഷൻ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗ്ലാഡ്വിൻ. താൻ അൾത്താര ബാലനാകാൻ കുതിച്ച പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിലേക്ക് തിങ്കളാഴ്ച ഗ്ലാഡ്വിൻ അവസാനമായി എത്തും. അവിടെ അവന് നഷ്ടമായ അൾത്താര സ്വന്തം ചാരയൊരുക്കി ദൈവം കാത്തിരിക്കുകയായിരിക്കും. സ്വന്തം ജീവൻ 6 പേർക്കായി പകുത്തു നൽകിയ കുഞ്ഞു ബലിദാതാവിനെയും കാത്ത് സ്വർഗ കവാടം അവനായി തുറന്ന്. ന്യൂസ് ഡെസ്ക് TCV. ഒല്ലൂർ മേഖലാ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ 15ാം വാർഷികാഘോഷവും അവാർഡ് ദാന ചടങ്ങ് ആദരണീയവും നടത്തറയിൽ നടന്നു. ആദരണീയം 2017 മുൻമന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെ രാജൻ MLA മുഖ്യാതിഥിയായിരുന്നു. സംഘം പ്രസിഡന്റ് അനിൽ പൊറ്റേക്കാട്ട് അധ്യക്ഷനായി. ദൃശ്യമാധ്യമ രംഗത്ത് മികവ് തെളിയിച്ച TCV റിപ്പോർട്ടർ ശ്രീകേഷ് വെള്ളാനിക്കരയ്ക്ക് CN ബാലകൃഷ്ണൻ പുരസ്കാരം നൽകി. നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR രജിത്ത് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. മുൻ മേയർ IP പോൾ, കൌൺസിലർ ഷീബ ബാബു, TR സന്തോഷ്, ജോർജ് ചാണ്ടി, സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ വിജയകരമായ പ്രവർത്തന പാരമ്പര്യവുമായി മുന്നേറുന്ന പ്രതിഭാ കോളേജിന്റെ കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിക്കുന്ന പേരാമംഗലത്തുള്ള കോളേജ് കൂടുതൽ സൗകര്യങ്ങളുടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുന്നംകുളം റോഡിൽ പേരാമംഗലം സെന്ററിലെ GO ടവറിൽ ആരംഭിച്ച നവീകരിച്ച പ്രതിഭാ കോളേജ് അനിലാക്കര MLA ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MR സുലേഖ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയായിരുന്നു. മാധ്യമപ്രവർത്തകൻ റസാഖ് കേച്ചേരി, വിദ്യാഭ്യാസ പ്രവർത്തകൻ P കൃഷ്ണനുണ്ണി, പ്രതിഭാ കോളേജ് പ്രിൻസിപ്പൽ TA ഡെന്നി, അധ്യാപകരായ ലിംസി, ജോയ്, EC അഷ്റഫ്, വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭാ കോളേജിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. 25 വർഷമായി കേച്ചേരിയിലും 6 വർഷമായി പേരാമംഗലത്തുമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വിജയപഥത്തിലെത്തിച്ച പ്രതിഭാ കോളേജിൽ CBSE കേരള സിലബസ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും +1 +2 വിദ്യാർത്ഥികൾക്കും BCom വിദ്യാർത്ഥികൾക്കും മികച്ച ട്യൂഷൻ നൽകുന്നു.
14 വയസ്സ് തികഞ്ഞവർക്ക് SSLC തുല്യതാ പരീക്ഷ നേരിട്ടെഴുതാനും 1 വർഷം കൊണ്ട് +2 തുല്യതാ പരീക്ഷ എഴുതാനുമുള്ള NIOS കോഴ്സുകളും +1 +2 പാരലൽ ബാച്ചുകളും പ്രതിഭ കോളേജിലുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9847314404 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തൃശൂർ പൂരത്തിന്റെ പങ്കാളി ക്ഷേത്രമായ ചൂരക്കാട്ടുകാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണ കലശത്തിന് 9ാം ദിനമായ ഞായറാഴ്ച വിശേഷാൽ നിറപ്പറച്ചാർത്ത് നടന്നു. ഭക്തജനങ്ങൾ നെല്ല്, നാണയം മുതലായവ കൊണ്ടുള്ള 1000 പരം പറകൾ വച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ എം മാധവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ചുരക്കാട്ടുകാവ് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് AV ജയൻ അപ്പാട്ട് അധ്യക്ഷനായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി രാജേന്ദ്ര പ്രസാദ്, പഞ്ചായത്ത് അംഗം മനോജ്, ശ്രീകുമാർ, EK ഇമ്പച്ചൻ എഴുത്തച്ഛൻ, EK ബാലരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന നവീകരണ കലശം ബുധനാഴ്ച സമാപിക്കും. ഇനി കാഴ്ചവട്ടം. വിഷപ്പച്ചക്കറിക്കും വിഷപ്പാലിനും പിന്നാലെ സുലഭമായി കഞ്ചാവും കയറ്റി അയച്ച് കേരളത്തെ ഞെക്കിക്കൊല്ലുകയാണ് തമിഴ്നാട്ടുകാർ. കഞ്ചാവ് കച്ചവടം നടത്തി സ്വയം നശിക്കുന്ന ശപിക്കപ്പെട്ട ജന്മങ്ങളുടെ വേദനിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക്. കേരളത്തിൽ ചാരായം നിരോധിച്ചത് വലിയൊരു കാര്യമായി അഭിമാനപൂർവ്വം മുൻ മുഖ്യമന്ത്രി AK ആന്റണി ഇന്നും കൊട്ടിഘോഷിക്കുന്നുണ്ട്. 20-30 രൂപയ്ക്ക് ഒരു ഗ്ലാസ് ചാരായം കഴിച്ച് വീട്ടിൽ പോയിരുന്ന തൊഴിലാളികൾ മദ്യത്തിനു വേണ്ടി ബാറിൽ പോയി 200-300 മുടക്കാൻ തുടങ്ങിയത് ആന്റണി കണ്ടില്ല. ചാരായം നിർത്തിയപ്പോൾ ബാറുകൾ അനുവദിച്ചു. സർവത്ര ബാറുകൾ, ബാർ മുതലാളിമാർ, ബാർ കോഴകൾ, കോഴ വാങ്ങി വയറും വീർപ്പിച്ച് നടക്കുന്ന രാഷ്ട്രീയക്കാർ. ബീഡി വലി നിർത്തി സിഗരറ്റ് വലിയായെന്ന് മാത്രം. കള്ളു കുടിക്കാൻ പോകുന്നത് നിർത്തി ഇപ്പോൾ കള്ളു ഷാപ്പിലായി കിടപ്പ് എന്നത് പറഞ്ഞതുപോലെയായി ചാരായ നിരോധനം. തൊഴിലാളി ബാറിൽ പോകാൻ തുടങ്ങിയപ്പോഴോ നാട്ടിലാകെ കൂലിയും കൂടി. മതിയല്ലോ. ആന്റണി കഴിഞ്ഞ വാരത്തിലും ഒരു ആനമണ്ടൻ പ്രസ്താവന നടത്തി. സ്കൂൾ രാഷ്ട്രീയം നിരോധിച്ചതാണത്രേ കേരളത്തിലെ ഏറ്റവും വലിയ അബദ്ധം. ഈ സ്കൂൾ രാഷ്ട്രീയം കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം തകർന്നതെന്ന് ആന്റണിക്ക് ഈ ജന്മം മനസ്സിലാകില്ല. സമരവും തമ്മിലടിയും കത്തിക്കുത്തും കൊണ്ട് കുറച്ച് കുട്ടി നേതാക്കളെ കിട്ടിയപ്പോൾ ബഹുകേമമായി. ആന്റണിയുടെ പിന്മുറക്കാർ ഗ്രൂപ്പ് പോരിൽ വിജയിക്കാൻ പിന്നെ ബാറുകൾ പൂട്ടി. ബാറുകൾ പൂട്ടിയപ്പോൾ കേരളം നരകത്തിലേക്ക് യാത്രയാരംഭിച്ചു. എങ്ങും കഞ്ചാവ്, മയക്കുമരുന്ന്, വ്യാജചാരായം, വാറ്റ്. കള്ളുചത്തില്ല, പക്ഷേ കള്ള് ഷാപ്പുകളിൽ കൊട്ടുവടി ചേർത്ത, സ്പിരിറ്റ് ചേർത്ത, കൃത്രിമ കള്ള് ചേർത്ത, ഡയസാപ്പാം ചേർത്ത വ്യാജ കള്ള് സുലഭം. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ കോളേജ് കുമാരന്മാരും തൊഴിലില്ലാത്തവരും ഗുണ്ടാ സംഘങ്ങളും സ്രോണ്ടികളും കള്ളദുഷ്ടികളും അനാശാസ്യക്കാരും കുഴിമടിയന്മാരും കഞ്ചാവ് വിൽക്കുന്നു, കഞ്ചാവടിച്ച് നശിക്കുന്നു. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടിച്ചത് 90 കിലോയോളം കഞ്ചാവ്. ഇപ്പോൾ ശക്തനിലേക്ക് പച്ചക്കറി ലോറിയിൽ വരെ കഞ്ചാവ് എത്തുന്നു. കോതകുളം ബീച്ചിൽ 70 കിലോ കഞ്ചാവുമായി കാറിൽ വന്നിരിക്കുകയാണ് ഒരു നാണവും മാനവുമില്ലാതെ കഞ്ചാവ് വിൽപ്പനക്കാർ. ചാവക്കാട് ബീച്ചിൽ കഞ്ചാവ് വിതരണക്കാരും കഞ്ചാവ് വലിയന്മാരും അപ്പൂപ്പൻ താടി പോലെ കാറ്റിലൊഴുകി നടക്കുന്നു. പിടിയിലാകുന്നതിലേറെയും വിദ്യാർത്ഥികൾ. ശിക്ഷ കുറവായതിനാൽ ഉടനെ ജാമ്യത്തിലിറങ്ങി മുഖം വക്രിച്ചവർ വീണ്ടും കച്ചവടത്തിലേക്ക്. തമിഴ്നാട്ടിലെ കുഗ്രാമങ്ങളിൽ പോയി വിദ്യാർത്ഥികൾ നേരിട്ടാണ് കഞ്ചാവ് എത്തിക്കുന്നത്. ഡിണ്ടിഗൽ, കമ്പം, തേനി എന്നിവിടങ്ങളിൽ കഞ്ചാവ് സുലഭം. തമിഴ്നാട്ടിൽ കഞ്ചാവിന് നിയന്ത്രണം കുറവാണ്. മരുന്ന് വേണോ എന്ന് ചോദിച്ച് ബസ് സ്റ്റാൻഡുകളിൽ വരെ കഞ്ചാവ് കില്ലാടിമാർ ധാരാളം. വിഷപ്പച്ചക്കറികൾ തീറ്റിച്ച് തമിഴ്നാട്ടുകാർ മലയാളികളെ രോഗികളാക്കി. പിന്നാലെ മാരക കീടനാശിനികൾ കലർന്ന പാക്കറ്റ് പാലുകൾ തമിഴ്നാട്ടിൽ നിന്ന്. തമിഴ്നാട്ടിൽ സ്വകാര്യ കമ്പനികൾ പാലിൽ മായം ചേർക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയത് തമിഴ്നാട്ടിലെ മന്ത്രി രാജേന്ദ്ര ബാലാജിയാണ്. പാലിൽ യൂറിയ, ഫോർമാലിൻ, ചൗവരപ്പൊടി, കപ്പ അരച്ചത്, രാസപദാർത്ഥങ്ങൾ തുടങ്ങിയവ ഉണ്ടെന്ന് രാജേന്ദ്ര ബാലാജി പറഞ്ഞു. തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ നിന്ന് 23 കമ്പനികളുടെ വിഷപ്പാൽ പാലക്കാട് വഴി കേരളത്തിലെത്തുന്നുണ്ട്. പാക്കറ്റുകളിൽ മാത്രമല്ല ടാങ്കറുകളിലും. കമ്മീഷൻ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് കേരളത്തിലെ വിൽപ്പനക്കാർക്ക് പ്രിയം. കൂടുതൽ ചായ ഉണ്ടാക്കാം, ഹോട്ടലുകാർക്ക് പ്രിയം. പാലിന് നികുതിയില്ലാത്തതിനാൽ ടാങ്കറുകൾ വഴിയും പാൽ കടത്തുന്നു. ചെക്ക് പോസ്റ്റുകളിൽ ടാങ്കറുകളിൽ കടത്തുന്ന പാലിൽ പരിശോധനയുമില്ല. മലയാളി സുഭിക്ഷമായി തമിഴ്നാടൻ വിഷപ്പച്ചക്കറി കഴിക്കുന്നു. തമിഴ്നാടൻ കഞ്ചാവ് നുണയുന്നു. സുഭിക്ഷമായി തമിഴ്നാടൻ വിഷപ്പാൽ കുടിച്ച് വയറ് വീർപ്പിക്കുന്നു. കുട്ടി പാൽ കുടിച്ചില്ലെങ്കിൽ അമ്മ കരയും എന്നൊരു പാഠം നാം കേട്ടിട്ടുണ്ട്.
ഇപ്പോൾ പൂങ്കണ്ണീരൊഴുക്കുന്നത് തമിഴ്നാട്ടിലെ അണ്ണാച്ചിമാരാണ്. മലയാളികളോട് എന്തൊരു കാതൽ! അനുബന്ധം. ലഹരിക്ക് മക്കളെ വിട്ടുകൊടുക്കല്ലേ എന്നാണ് ഇപ്പോൾ ചാവക്കാട് പോലീസ് ഉറക്കെ വിളിച്ചു പറയുന്നത്. അവിടെ കഞ്ചാവിനെതിരെ ഒരു കാമ്പയിൻ ആരംഭിക്കുകയാണ്. അവിടങ്ങളിൽ കഞ്ചാവ് വലിക്കുന്നവരുടെ ലിസ്റ്റ് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ തയ്യാറാക്കാനാണ് പ്ലാൻ. കഞ്ചാവ് വലിക്കുന്നവരെ പിടികൂടി കേസെടുക്കുകയും ചെയ്യും. കഞ്ചാവടിച്ച് കണ്ണു ചുവന്ന് കഥകളി മുദ്രയുമായി തുറച്ചു നോക്കുന്ന ഉറക്കം തൂങ്ങികളെ കുടുക്കാനാണ് നീക്കം. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ മുൻപിലുണ്ടാകട്ടെ. ചാവക്കാട് പോലീസിന് 1000 അഭിനന്ദനങ്ങൾ. ശുഭം. ആനപ്രേമി കൂട്ടായ്മയായ കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ വൃക്ഷത്തൈകൾ നട്ടു. തെക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ വടക്കുന്നാഥ ക്ഷേത്ര മാനേജർ AG ജഗദീഷ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കുന്നാഥ ക്ഷേത്ര ക്ഷേമസമിതി അംഗം സന്തോഷ് നെട്ടിശ്ശേരി, കൂട്ടുകൊമ്പന്മാർ കൂട്ടായ്മയുടെ ഭാരവാഹികളായ സുജിത് തിരിയാട്ട്, NS സോണി, KR രൂപേഷ്, ശ്യാം മേഴത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്ത കാലത്തായി ചെരിഞ്ഞ കൊടുങ്ങല്ലൂർ ഗിരീശൻ, തൃപ്രയാർ രാമദാസ്, ചോറ്റാനിക്കര അയ്യപ്പൻകുട്ടി, കൊടുങ്ങല്ലൂർ ഗോവിന്ദൻകുട്ടി എന്നീ ഗജവീരന്മാരുടെ സ്മരണയ്ക്കായുള്ള 4 വൃക്ഷത്തൈകളടക്കം 100ഓളം വൃക്ഷത്തൈകളാണ് കൂട്ടുകൊമ്പന്മാർ തേക്കിൻകാട് മൈതാനിയിൽ നട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. പച്ചപ്പിനെയും ആവാസ വ്യവസ്ഥയെയും ഓർമ്മിപ്പിക്കുവാൻ ഇന്ന് പരിസ്ഥിതി ദിനം. വിവിധ കേന്ദ്രങ്ങളിൽ പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും വൃക്ഷത്തൈ നടീലും നടക്കും. നന്മമരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തൃശൂരിൽ. പരിസ്ഥിതി സന്തുലനം ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പരിസ്ഥിതി സാക്ഷരത വളരെ വലിയ ലക്ഷ്യമാണെന്നും മന്ത്രി. പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരെ വികസന വിരോധികളെന്ന് മുദ്രകുത്തുന്ന പ്രവണത കൂടി വരികയാണെന്ന് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. പരിസ്ഥിതി വിഷയങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വന്നിരിക്കുന്ന പ്രവണത നല്ല സൂചനയാണെന്നും മന്ത്രി. പത്മശ്രീ കലാമണ്ഡലം ഗോപിയുടെ അശീതി സ്മാരകമായി തൃശൂരിൽ കഥകളി തിയേറ്റർ സ്ഥാപിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കഥകളിയിലെ ജനകീയ മുഖമാണ് കലാമണ്ഡലം ഗോപി ആശാനെന്നും മന്ത്രി. ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ചാലക്കുടി മേലൂർ സ്വദേശി അഗസ്റ്റിനാണ് മരിച്ചത്. ഡെങ്കിപ്പനി ബാധിത പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത്ത് ജ്വല്ലറി, ജോയ ലുക്കാസ്.